Hi friends, welcome to Commerce Bytes. I hope you people are all doing well. നമ്മൾ വീഡിയോസ് ഇപ്പോൾ റെഗുലറായിട്ട് ഇടുന്നുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് ജസ്റ്റ് കണ്ടു നോക്കിക്കോളൂ. നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആവും. ഇഫ് യു പീപ്പിൾ ആർ സീരിയസ് കാൻഡിഡേറ്റ് ഹു ആർ പ്രിപ്പയറിംഗ് ഫോർ കേരള സെറ്റ് 2021. ഓക്കെ, ഇനി ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ കേരള സെറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ യു പീപ്പിൾ ആർ ഹാവിങ് എ ഗോൾഡൻ ചാൻസ്. നമ്മൾ കൊമേഴ്സ് ബൈറ്റ്സ് എന്ന യൂട്യൂബ് ചാനലിൽ 10 പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന കുറേ വീഡിയോസ് പ്ലേലിസ്റ്റ് വൈസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് ഈസിലി ആക്സസിബിൾ ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മളങ്ങനെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് പറയാനുള്ളത്, ഡെയിലി ടോപ്പ് മിനി സീരീസ് എന്ന് പറയുന്ന സീരീസിൽ നമ്മൾ ഓൾമോസ്റ്റ് ഒരു 90% ടോപ്പിക്സ് അതിൽ കവർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ നോക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ 2020 ക്വസ്റ്റ്യൻ പേപ്പർ, ഓക്കെ, ആൻഡ് 2019 2 സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ പേപ്പർ, 2018 ക്വസ്റ്റ്യൻ പേപ്പർ, പിന്നെ ഹയർ എഡ്യൂക്കേഷൻ സീരീസ് മാത്രമായിട്ട് ഒരു 6 വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിൻ്റെ ഒരു സീരീസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൻ്റെ സീരീസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. കമ്പ്യൂട്ടർ, മാത്സ്, അങ്ങനെ കുറേ അധികം സീരീസ് വൈസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു സീരീസ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു പാറ്റേണിൽ തന്നെ കണ്ടുപോകാം. ഡെയിലി ടോപ്പ് മിനി സീരീസ് ഷഫിൾ ചെയ്ത പോലെ നമ്മൾ ഓരോ ടോപ്പിക്സ് കവർ ചെയ്തേക്കാണ്. ഓക്കെ, അങ്ങനെ ഇൻട്രസ്റ്റ് ആണെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഒരു 95% ടോപ്പിക്സ് നമ്മൾ ക്ലിയർ ചെയ്തിട്ടുണ്ട് നൗ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഗുണം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓരോ വീഡിയോസും നിങ്ങൾ കണ്ടിട്ട് അതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന ലെക്ചർ നോട്ട് നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് ആൻഡ് അറ്റ് ലാസ്റ്റ് നല്ല രീതിയിൽ തന്നെ റിവ്യൂ ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുകയാണെങ്കിൽ യു പീപ്പിൾ ക്യാൻ ഡെഫിനറ്റ്ലി ക്രാക്ക് ദിസ് എക്സാം ഇൻ August 14th, 2021. അന്നാണ് നമ്മളുടെ എക്സാം ഡേറ്റ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് സ്പീഡപ്പായിട്ട് വീഡിയോസ് കണ്ടോളൂ. അപ്പോൾ യു പീപ്പിൾ ക്യാൻ ഡെഫിനറ്റ്ലി ക്രാക്ക് ദിസ് എക്സാം. ഓക്കെ, ഡു നോട്ട് വേസ്റ്റ് ടൈം. അതാണ് ഇനി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നമ്മൾക്ക് ഇനി കൈവിരലിലെണ്ണാവുന്ന ദിവസം മാത്രം എക്സാമിലേക്കുള്ളൂ. സോ ഡു ഫോക്കസ് ടു യുവർ എക്സാം ആൻഡ് അച്ചീവ് യുവർ ഗോൾ കേരള സെറ്റ് 2021. ഇന്ന് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ടൈപ്സ് ഓഫ് റീഇൻഫോഴ്സ്മെൻ്റ് ആണ്. അതിൽ ഇൻ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ പോയിൻറ്റും ഞാൻ കവർ ചെയ്ത് തരും. അതും വളരെ സിമ്പിളായിട്ട് തന്നെ പറഞ്ഞു തരും. ആൻഡ് ഇപ്പോൾ ഇഫ് വി ആർ ഹാവിങ് ടൈം നമ്മൾ അതോടൊപ്പം തന്നെ ടൈപ്സ് ഓഫ് പണിഷ്മെൻറ്റും ഇതോടൊപ്പം തന്നെ കവർ ചെയ്യും. ഇൻ കേസ് പറ്റില്ല എങ്കിൽ വി വിൽ ബി ഹാവിങ് എ സെപ്പറേറ്റ് വീഡിയോ. അത് ആദ്യം തന്നെ പറഞ്ഞേക്കാം. ഓക്കെ, ആൻഡ് ഈ ഒരു ടോപ്പിക്ക് ഞാൻ സെലക്ട് ചെയ്യാൻ കാരണം നമ്മളുടെ സ്റ്റുഡൻസിൽ ഒരാൾ പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. സോ ദിസ് ഇസ് എ സീരീസ് വിച്ച് ഇൻക്ലൂഡ് എൻ സ്റ്റുഡൻറ്റ് ഫേവറേറ്റ് സീരീസ്. ഓക്കെ, അതുപോലെ തന്നെ ഞാനിത് ഡെയിലി ടോപ്പ് മിനി സീരീസിലും ആഡ് ഓൺ ചെയ്തേക്കാം. ബിക്കോസ് ഇറ്റ് ഈസ് എ ഡെയിലി ടോപ്പ് മിനി സീരീസ്, റൈറ്റ്? ഓക്കെ, സോ വിതൗട്ട് മച്ച് ടൈം ലെറ്റ്സ് മൂവ് ടു ടൈപ്സ് ഓഫ് റീഇൻഫോഴ്സ്മെൻറ്റ്. ഓക്കെ, സോ നമ്മൾക്ക് ടൈപ്സ് ഓഫ് റീഇൻഫോഴ്സ്മെൻറ്റ് പഠിക്കുന്നതിന് മുന്നേ വാട്ട് ഈസ് റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് ഞാനൊരു 2-3 സെൻറ്റൻസിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാം. റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് പറയുന്നത് റീഇൻഫോഴ്സ്മെൻറ്റ് ടേംസ് അൺവാണ്ടഡ് ബിഹേവിയർ ഓർ എൻകറേജസ് ആക്സെപ്റ്റബിൾ ബിഹേവിയർ. മുന്നേ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ്, നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് എന്നുള്ള ഫ്രേസ്. പക്ഷെ നിങ്ങൾക്ക് എന്താണ് റീഇൻഫോഴ്സ്മെൻറ്റ് എന്നുള്ളത് ചിലപ്പോൾ അറിയുന്നുണ്ടാവില്ല. റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് പറയുന്നത് അൺവാണ്ടഡ് ആയിട്ടുള്ള ബിഹേവിയേഴ്സ് നമ്മൾ അതിനെ ഒന്ന് കാമാക്കും, അതുപോലെ തന്നെ അതൊന്ന് കുറയ്ക്കും, അതുപോലെ തന്നെ ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ബിഹേവിയർ നമ്മളെ എൻകറേജ് ചെയ്യും. അതിനെയാണ് റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് പറയുന്നത്. Goal of reinforcement is to eliminate non-adapting behavior in a person's life. Just അങ്ങ് എലിമിനേറ്റ് ചെയ്യാണ്. ഒരു പേഴ്സൻ്റെ ലൈഫിൽ നിന്ന് നമ്മളതങ്ങ് എലിമിനേറ്റ് ചെയ്യാണ്. ഓക്കെ, റീഇൻഫോഴ്സ്മെൻറ്റിന് 2 ആസ്പെക്റ്റാണ് ഉള്ളത്. ഒന്ന് സ്റ്റിമുലസും അതുപോലെ തന്നെ മറ്റൊന്നെന്ന് പറയുന്നത് ഇമ്പാക്റ്റ് ഓൺ പേഴ്സൺസ് ബിഹേവിയർ. ഓക്കെ, എന്തൊക്കെയാണ് സ്റ്റിമുലസും അതുപോലെ തന്നെ ഇമ്പാക്റ്റ് ഓൺ ദി പേഴ്സൺസ് ബിഹേവിയർ. ഒന്ന് നമ്മളുടെ സ്റ്റിമുലസ്, അതുപോലെ തന്നെ ഇമ്പാക്റ്റ് ഓൺ പേഴ്സൺസ് ബിഹേവിയർ. മെയിനായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 4 ടൈപ്സ് ഓഫ് റീഇൻഫോഴ്സ്മെൻ്റ് ആണ് ഉള്ളത്. പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ്, നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ്, പണിഷ്മെൻറ്റ് ആൻഡ് എക്സ്റ്റൻഷൻ. ഓക്കെ, സോ നമുക്ക് ഓരോന്നായിട്ട് 1 by 1 നോക്കാം. ഫസ്റ്റ് വൺ പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ്. പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് ആ പറയുന്നതിൽ തന്നെയുണ്ട് ഒരു പോസിറ്റീവ്നെസ്. ദിസ് ഇൻവോൾവ്സ് ആഡിങ് സംതിങ് ടു ഇൻക്രീസ് ദ റെസ്പോൺസ് സച്ച് ആസ് ഫ്രേസിങ് എ child when they complete a designated task.
അതായത് ഇവിടെ എക്സാമ്പിൾ പറയുന്നത്, ഇപ്പോൾ ഒരു കുട്ടി എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്തു, അപ്പോൾ നമ്മൾ ആ കുട്ടീനെ അപ്രിഷ്യേറ്റ് ചെയ്യാണ്. ഓക്കെ, ഗുഡ് ഗേൾ അല്ലെങ്കിൽ ഗുഡ് ബോയ്, നല്ല കാര്യമാണ് നീ ചെയ്തത്, പോലെ തന്നെ ചെയ്തോളൂ, നല്ല കുട്ടിയാണ് എന്ന് പറഞ്ഞ് നമ്മൾ ആ കുട്ടീനെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ ആ കുട്ടിക്ക് അവിടെ കിട്ടുന്നത് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു റീഇൻഫോഴ്സ്മെൻ്റ് ആണ്. ഓക്കെ, ദിസ് വുഡ് മോട്ടിവേറ്റ് ദ ചൈൽഡ് ടു ഗെറ്റ് ഇൻവോൾവ് ഇൻ ദ ടാസ്ക്. ഇനി നമുക്ക് നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് എന്താണെന്ന് നോക്കാം. റിമൂവിങ് ആൻ അൺഡിസൈറബിൾ സ്റ്റിമുലസ് ടു ഇൻക്രീസ് ദ ലൈക്ലിഹുഡ് ഓഫ് ബിഹേവിയർ ടു റീഒക്കർ. അതായത് അൺഡിസൈറബിൾ ആയിട്ടുള്ള സ്റ്റിമുലസ് നമ്മൾ റിമൂവ് ചെയ്യുകയാണ്. അതെന്തിനാ? ടു ഇൻക്രീസ് ദ ലൈക്ലിഹുഡ് ഓഫ് ബിഹേവിയർ ടു റീഒക്കർ. അങ്ങനെയുള്ള ഒരു പ്രശ്നം സംഭവിക്കുമെന്ന് നമുക്കറിയാം. സോ അങ്ങനൊരു പ്രോബ്ലം നമ്മൾ ഫേസ് ചെയ്യാതിരിക്കാനായിട്ട് നമ്മൾ ആ ഒരു അൺഡിസൈറബിൾ ആയിട്ടുള്ള ആ ഒരു സ്റ്റിമുലസ് നമ്മൾ റിമൂവ് ചെയ്യുകയാണ്. അതിൻ്റെ എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലായിക്കോളും. സ്റ്റിമുലി ഹിയർ വർക്ക്സ് ആസ് പെനാലിറ്റി ഫോർ നോട്ട് ഡൂയിങ് സംതിങ്. ഇവിടെ സ്റ്റിമുലി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു വർക്ക് ചെയ്യുന്നു, ആ ഒരു വർക്ക് അതൊരു പെനാലിറ്റി ആയിട്ട്, അതൊരു പണിഷ്മെൻ്റ് ആയിട്ടാണ് നമുക്ക് ചെയ്യുന്നത്. ഫോർ നോട്ട് ഡൂയിങ് സംതിങ്, എന്തോ ഒരു കാര്യം നമ്മൾ ചെയ്യണം, ആ ഒരു കാര്യം നമ്മൾ ചെയ്തില്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ആ ഒരു പെനാലിറ്റി അല്ലെങ്കിൽ അഥവാ അതിന് ഒരു പണിഷ്മെൻറ്റ് എന്ന് നമുക്ക് പറയാം. ഇറ്റ് ടീച്ചസ് ടു ബിഹേവ് ഇൻ എ മാനർ ദാറ്റ് ഹെൽപ്സ് അസ് ഗെറ്റ് റിഡ് ഓഫ് എ നാസ്റ്റി റെസ്പോൺസ്. ഇതിനുള്ള ബെസ്റ്റ് എക്സാമ്പിൾ പറയുന്നത്, ഇപ്പോൾ പുറത്ത് മഴ പെയ്യുന്നില്ല, ഈവൻ ദോ നമ്മൾ ആ ഒരു അംബ്രല്ല എടുത്തു കഴിഞ്ഞാൽ ഇൻ കേസ് പെട്ടെന്നൊരു മഴ വന്നു കഴിഞ്ഞാൽ നമ്മൾ വെറ്റാവില്ല. ഓക്കെ, ഇതിനെ ഒരു നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് പറയാം. സോ ഐ ഹോപ്പ് നിങ്ങൾക്ക് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റും അതുപോലെ തന്നെ നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റും മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, ലെറ്റ്സ് മൂവ് ഫോർവേഡ്. സോ ദ നെക്സ്റ്റ് പോയിൻറ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് ഇസ് പണിഷ്മെൻറ്റ്. ദിസ് ഇൻവോൾവ്സ് ആഡിങ് സംതിങ് അവേഴ്സ് ടു മോഡിഫൈ ദ ബിഹേവിയർ. എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ആഡ് ഓൺ ചെയ്യുകയാണ്. എക്സാമ്പിൾ, ഒരു കുട്ടി എന്തെങ്കിലും ഒരു കാര്യം മിസ്ബിഹേവ് ചെയ്തു, അപ്പോൾ നമ്മൾ ആ ഒരു കുട്ടിയുടെ അടുത്ത് ഷൗട്ട് ചെയ്യുന്നു. ഓക്കെ, യീലിംഗ് അറ്റ് എ ചൈൽഡ് ഫോർ മിസ്ബിഹേവിങ്. അപ്പോൾ കുട്ടിക്ക് മനസ്സിലാവുന്നത് എന്താണ്? എന്തെങ്കിലും ഒരു മിസ്ബിഹേവിയർ കുട്ടിയുടെ സൈഡിൽ നിന്ന് കണ്ടു കഴിഞ്ഞാൽ അവിടെ എന്തെങ്കിലും ഒരു പണിഷ്മെൻറ്റ് ഉണ്ടാകും എന്നുള്ളതാണ് ആ ഒരു കുട്ടിക്ക് അതിൽ നിന്ന് മനസ്സിലാവുന്നത്, ആ ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷനിൽ നിന്ന്. ദിസ് വുഡ് പ്രിവെൻറ്റ് ദ ചൈൽഡ് ഫ്രം റിപ്പീറ്റിംഗ് സച്ച് ബിഹേവിയർ. പിന്നീട് ആ കുട്ടി ആ ഒരു തെറ്റ് ചെയ്യുമ്പോൾ ഒന്ന് ചിന്തിക്കും, ഓക്കെ, അന്നേരം ഞാൻ ആ ഒരു പെർട്ടിക്കുലർ കാര്യം ചെയ്തപ്പോൾ അമ്മ അല്ലെങ്കിൽ അച്ഛൻ എൻ്റെ അടുത്ത് ഒച്ചയുണ്ടാക്കി, സോ ഇനി ഞാനത് ചെയ്തു കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ റിപ്പീറ്റേഷൻ ഉണ്ടാകും. സോ ഐ ഷുഡ് ബി കെയർഫുൾ എന്നുള്ളൊരു ചിന്ത ആ കുട്ടിയുടെ മൈൻഡിലേക്ക് വരും. അണ്ടർസ്റ്റുഡ്? അതാണ് പണിഷ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് വൺ വി ആർ ഗോയിങ് ടു ഡിസ്കസ് ആസ് എക്സ്റ്റെൻഷൻ. ദിസ് ഇൻവോൾവ്സ് റിമൂവിങ് ഓർ ടേക്കിംഗ് അവേ സംതിങ് ടു മോഡിഫൈ എ സർട്ടൻ റെസ്പോൺസ്. എന്തെങ്കിലും ഒരു സർട്ടൻ റെസ്പോൺസിനെ മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം റിമൂവ് ചെയ്യുകയാണ്. എക്സ്റ്റെൻഷൻ എന്ന് പറയുന്നത് റിമൂവ് ചെയ്യുകയാണ്, അതോടുകൂടി തീർന്നു കഴിഞ്ഞു എന്നുള്ള രീതിയിൽ. ഓക്കെ, ദിസ് ഈസ് ഓൾസോ കോൾഡ് ആസ് നെഗറ്റീവ് പണിഷ്മെൻറ്റ്. ഓക്കെ, സോ നിങ്ങൾ എക്സ്റ്റെൻഷൻ എന്ന് പറയുന്ന വാക്കിന് മറ്റൊരു പേര് കൂടി ഉണ്ട് എന്നുള്ളത് ഇവിടെ നോട്ട് ഡൗൺ ചെയ്യണം. നെഗറ്റീവ് പണിഷ്മെൻറ്റ് എന്നാണ് എക്സ്റ്റെൻഷൻ്റെ മറ്റൊരു പേര്. ഓക്കെ, സോ ഇതിനുള്ള ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് ടീനേജേഴ്സ്, ആ ഒരു ഏജിലുള്ള സ്റ്റുഡൻസ്, ആ ഒരു ഏജിലുള്ള ചിൽഡ്രൻ വീട്ടിലേക്ക് ലേറ്റായിട്ട് വരുന്നു എന്ന് ഇമാജിൻ ചെയ്യൂ. ഓക്കെ, സോ പാരൻസ് അവർക്ക് ഒരു റെസ്ട്രിക്ഷൻ കൊടുക്കുകയാണ്, ഇനി നീ ലേറ്റായിട്ട് വരുവാണെങ്കിൽ നിൻ്റെ ഫോൺ യൂസേജ് അതോടുകൂടി ക്യാൻസലാവും. ഓക്കെ, സോ ബെറ്റർ കം ഏർലിയർ ടു ഹോം എന്നുള്ളൊരു റൂള് അവിടെ പാരൻസ് പറയുകയാണ്. ഒരു സിറ്റുവേഷൻ അവർ ഫേസ് ചെയ്തുകൊണ്ട് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ആസ് എ റിസൾട്ട് നെക്സ്റ്റ് ടൈം ഓൺവേർഡ്സ് ദേ വിൽ ബി കമ്മിങ് ഏർലിയർ ടു ഹോം. ബിക്കോസ് അല്ലെങ്കിൽ അവരുടെ മൊബൈൽ യൂസേജ് അതോടുകൂടി തീർന്നു. ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ടീനേജേഴ്സിന് അത് ഒരിക്കലും പറ്റില്ല, മൊബൈൽ ഇല്ലാതെ ജീവിക്കാൻ പറ്റാത്ത സിറ്റുവേഷനാണ് ഇപ്പോഴത്തെ ടീനേജേഴ്സിനുള്ളത്. സോ അവർ വീട്ടിലേക്ക് നേരത്തെ എത്താൻ ട്രൈ ചെയ്യും, അല്ലേ? സോ ഇപ്പോൾ നമ്മൾ പറഞ്ഞത് എന്താണ്? പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ്, നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ്, പണിഷ്മെൻറ്റ് ആൻഡ് എക്സ്റ്റെൻഷൻ. നമ്മൾ പറഞ്ഞു എക്സ്റ്റെൻഷൻ്റെ മറ്റൊരു പേര് എന്ന് പറയുന്നത് നെഗറ്റീവ് പണിഷ്മെൻറ്റ് എന്നാണ്. ഓക്കെ, അത് ഒന്ന് ഓർത്തിരിക്കുന്നത് വളരെയധികം നല്ലതാണ്. നമ്മൾ ഈ 4 ടൈപ്സ് ഓഫ് റീഇൻഫോഴ്സ്മെൻറ്റ് പഠിച്ചു, അല്ലേ? ഇനി നമ്മൾ ചെക്കൗട്ട് ചെയ്യാൻ പോകുന്നത് മറ്റൊരു ടേമാണ്. അതെന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം.
വൺസ് ദ ബിഹേവിയർ ഹാസ് ബീൻ റെക്കഗ്നൈസ്ഡ്, നമ്മൾ റെക്കഗ്നൈസ് ചെയ്തു. കണ്ടിന്യൂസ് റീഇൻഫോഴ്സ്മെൻറ്റ് ക്യാൻ ചേഞ്ച് ടു ഇൻറ്റർമിനൻറ്റ് റീഇൻഫോഴ്സ്മെൻറ്റ്. ഇൻറ്റർമിനൻറ്റ് റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താ എന്നുള്ള ആ ഒരു ടേമിൻ്റെ മീനിങ് ഞാൻ പറഞ്ഞു തരാം. ബിഫോർ ദാറ്റ് ഇൻറ്റർമിനൻറ്റ് റീഇൻഫോഴ്സ്മെൻറ്റിനും ഇതുപോലെ 4 ടൈപ്സ് ഓഫ് ഇൻറ്റർമിനൻറ്റ് റീഇൻഫോഴ്സ്മെൻ്റ് ആണ് ഉള്ളത്. ഓക്കെ, ജസ്റ്റ് നോട്ട് ദാറ്റ്. എന്നിട്ട് നമുക്ക് ഇൻറ്റർമിനൻറ്റ് റീഇൻഫോഴ്സ്മെൻറ്റ് എന്താണെന്ന് നോക്കാം. ഇറ്റ് ഈസ് ദ ഡെലിവറി ഓഫ് റിവാർഡ് അറ്റ് ഇറഗുലർ ഇൻ്റർവെൽസ്. സോ എന്താണ്? ഇറ്റ് ഈസ് എ ഡെലിവറി ഓഫ് റിവാർഡ് അറ്റ് ഇറഗുലർ ഇൻ്റർവെൽ. ഇറഗുലർ ആയിട്ടുള്ള ഇൻ്റർവെൽസിൽ കിട്ടുന്ന ആ ഒരു ഡെലിവറി ഓഫ് റിവാർഡാണ് ഇൻറ്റർമിനൻറ്റ് റീഇൻഫോഴ്സ്മെൻറ്റ്. ഓക്കെ, എ മെത്തേഡ് ദാറ്റ് ഹാസ് ബീൻ ഡിറ്റർമൈൻഡ് ടു ഈൽഡ് ദ ഗ്രേറ്റസ്റ്റ് എഫേർട്ട് ഫ്രം ദ സബ്ജക്റ്റ്. സോ ഇത്രമാത്രം നിങ്ങൾ ഓർത്താൽ മതി. ഇൻറ്റർമിനൻറ്റ് റീഇൻഫോഴ്സ്മെൻറ്റ് ഈസ് ദ ഡെലിവറി ഓഫ് ദ റിവാർഡ്. ഇറഗുലർ ആയിട്ടുള്ള ഇൻ്റർവെൽസിനായിരിക്കും ഈ ഒരു പെർട്ടിക്കുലർ ഇൻറ്റർമിനൻറ്റ് റീഇൻഫോഴ്സ്മെൻറ്റ് വരുന്നത്. ഓക്കെ, ഇനി നമ്മൾക്ക് ആ പറഞ്ഞ 4 റീഇൻഫോഴ്സ്മെൻറ്റിനെ പറ്റി ഇൻ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ടൈപ്സ് ഓഫ് 4 intermittent reinforcement. First one, fixed interval. Reinforcing a person's behavior after a fixed number of response. For example, rewarding a person at the end of each day. ഡെയിലി വേജസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന വർക്കേഴ്സ് ഇല്ലേ, അവർക്ക് എപ്പോഴും എന്താ സംഭവിക്കുന്നത്? അവർക്ക് ഓരോ ഡേൻ്റെ എൻഡിലല്ലേ അവർക്ക് ആ ഒരു പേ കിട്ടുന്നത്. അത് തന്നെയാണ് ഫിക്സഡ് ഇൻ്റർവെൽ റീഇൻഫോഴ്സിങ് എ പേഴ്സൺസ് ബിഹേവിയർ ആഫ്റ്റർ എ ഫിക്സഡ് നമ്പർ ഓഫ് റെസ്പോൺസ്. ഇത്ര നമ്പർ ഓഫ് ഇൻ്റർവെൽസ്, ഇത്ര നമ്പർ ഓഫ് റെസ്പോൺസ് കഴിയുമ്പോൾ ആ ഒരു പേഴ്സൻ്റെ ബിഹേവിയർ റീഇൻഫോഴ്സ് ചെയ്യുന്നു. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ വി ആർ ഗോയിങ് ടു ഡിസ്കസ് ഇസ് വേരിയബിൾ ഇൻ്റർവെൽ. വേരിയബിൾ ഇൻ്റർവെൽ എന്ന് പറയുമ്പോൾ റീഇൻഫോഴ്സിങ് എ പേഴ്സൺസ് ബിഹേവിയർ ആഫ്റ്റർ എ സ്പെസിഫിക് നമ്പർ ഓഫ് റെസ്പോൺസ് ഹാസ് ഒക്കേർഡ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, പേയിങ് എ പേഴ്സൺ സംടൈംസ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ, സംടൈംസ് അറ്റ് ദ എൻഡ് ഓഫ് ദ വീക്ക് ആൻഡ് സംടൈംസ് എവറി ഫ്യൂ ഡേയ്സ്. ചിലപ്പോൾ അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെയിലി അല്ല, നമ്മളിപ്പോൾ തൊട്ട് മുന്നേ പറഞ്ഞത് എങ്ങനെയാണ്? ഫിക്സഡ് ഇൻ്റർവെൽ. അതായത് ഡെയിലി ബേസിൽ നമ്മൾ ആ ഒരു ആൾ വർക്ക് ചെയ്തതിൻ്റെ എമൗണ്ട് കൊടുക്കുന്നു ഡെയിലി. പക്ഷേ വേരിയബിൾ ഇൻ്റർവെൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ എൻഡ് ഓഫ് ദ ഡേ ആയിരിക്കും ചിലപ്പോൾ കൊടുക്കുന്നത്, ചിലപ്പോൾ എൻഡ് ഓഫ് ദി വീക്ക് ആയിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു 3-4 ഡേയ്സ് കഴിയുമ്പോൾ. അങ്ങനെയാണ് നമ്മൾ വേരിയബിൾ ഇൻ്റർവെല്ലിന് കൊടുക്കുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ, ഫിക്സഡ് റേഷ്യോ. റീഇൻഫോഴ്സിങ് എ പേഴ്സൺസ് ബിഹേവിയർ ആഫ് അൺപ്രഡിക്റ്റബിൾ period has elapsed. For example, rewarding a person after completing a desired behavior 4 times. 4 times ആൾ ആ ഒരു ഡിസൈർഡ് ബിഹേവിയർ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആൾക്ക് റിവാർഡ് ചെയ്യുന്നു. അൺപ്രഡിക്റ്റബിൾ പീരീഡ് എന്ന് കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ യു പീപ്പിൾ ഷുഡ് ഗോ വിത്ത് ദ ആൻസർ ഫിക്സഡ് റേഷ്യോ. ഞാൻ ഈ പറയുന്ന പോയിൻറ്റ്സും നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടതാണ്, ബിക്കോസ് ക്വസ്റ്റ്യൻ റൈസ് ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു പെർട്ടിക്കുലർ സെഷനിൽ നിന്ന്. അതുകൊണ്ടാണ് ഞാനിത് ഇത്ര ഇമ്പോർട്ടൻസോട് കൂടി ഇൻറ്റർമിനൻറ്റ് റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് പറയുന്ന ടോപ്പിക്ക് ഇതോടൊപ്പം തന്നെ എടുത്തത്. കാരണം ഈ ഒരു ഫിക്സഡ് ഇൻ്റർവെൽ, വേരിയബിൾ ഇൻ്റർവെൽ, ഫിക്സ്ഡ് റേഷ്യോ, വേരിയബിൾ റേഷ്യോ എന്ന് പറയുന്ന 4 ടോപ്പിക്കിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്ന് കണ്ടിട്ടുണ്ട്. ഒരു 3-4 ടൈംസ് കുറഞ്ഞത് കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത്ര ഇമ്പോർട്ടൻസിൽ ഈ ഒരു സെക്ഷൻ എടുക്കുന്നത്. ഓക്കെ, കാരണം സ്റ്റുഡൻസിന് കൂടുതൽ കൺഫ്യൂസിങ് ആയിട്ടുള്ള പോർഷനിൽ നിന്ന് കേരള സെറ്റിൻ്റെ എക്സാമിനേഴ്സ് എന്തായാലും ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്യുന്നതാണ്. അതുപോലൊരു സെക്ഷനാണ് ഈ ഒരു സെക്ഷൻ. സോ മൂവിങ് ടു ദ ലാസ്റ്റ് റേഷ്യോ, ദാറ്റ് ഈസ് വേരിയബിൾ റേഷ്യോ. Variable ratio intermittent reinforcement is the most effective schedule to reinforce a behavior. Reinforcing a person's behavior after an unpredictable number of responses. It involves rewarding a person after completing the desired behavior after 3 times, then after 6 times, then after 2 times. അതങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ ഫിക്സഡ് റേഷ്യോയിൽ എങ്ങനെ പറഞ്ഞേ, ഫിക്സഡ് ടൈംസ് കഴിയുമ്പോൾ നമ്മൾ ആ ഒരു റിവാർഡിങ് ആണ് കൊടുക്കുന്നത്. ഓക്കെ, ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ഡിസൈർഡ് ബിഹേവിയർ ഓഫ് 4 ടൈംസ് എന്നുള്ള രീതിയിലാണ് ഫിക്സഡ് റേഷ്യോയിൽ കൊടുക്കുന്നതെങ്കിൽ, വേരിയബിൾ റേഷ്യോയിൽ ചിലപ്പോൾ ഒരു 3 ടൈംസ് കഴിയുമ്പോൾ, അത് കഴിഞ്ഞ് ചിലപ്പോൾ ഒരു 6 ടൈംസ് കഴിയുമ്പോൾ, ആൻഡ് ദെൻ പിന്നെ 2 ടൈംസ് കഴിയുമ്പോൾ നമ്മൾ റിവാർഡിങ് കൊടുക്കുന്നു. സോ അവിടെ വരുന്ന ആ ഒരു ഡിഫറൻസ് കണ്ടോ. ഇപ്പോൾ എക്സാമ്പിൾ നിങ്ങൾക്ക് പറയുമ്പോൾ മനസ്സിലാവും. നിങ്ങളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എക്സാമ്പിൾ മലയാളത്തിലോ മംഗ്ലീഷിലോ ഇംഗ്ലീഷിലോ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ സൈഡിൽ എഴുതിയിടുക. സോ അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് പിന്നീട് ഈ ഒരു സെക്ഷൻ നോക്കുമ്പോൾ ഡൗട്ട് വരില്ല.
കാരണം സ്റ്റുഡൻസിന് എപ്പോഴും ഉള്ള കംപ്ലയിൻ്റാണ്, മാം ഈ ഒരു സെക്ഷൻ ഞങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നില്ല, ഇത് വളരെ കൺഫ്യൂസിങ് ആണ് എന്നുള്ളത്. അപ്പോൾ ഈ ടൈപ്സ് ഓഫ് ഇൻ്റർമിനൻറ്റ് റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ 4 ടൈപ്സ് എന്ന് ഞാൻ പറഞ്ഞില്ലേ, ഈ 4 ടൈപ്സിന് ഞാനൊന്ന് കട്ട് ഷോട്ട് ചെയ്ത് ഞാൻ നിങ്ങൾക്ക് സിമ്പിളാക്കി പറഞ്ഞു തരാം. അതായത് ഈ പറഞ്ഞ 4 എണ്ണം, ഫിക്സ്ഡ് ഇൻ്റർവൽ, വേരിയബിൾ ഇൻ്റർവൽ, ഫിക്സ്ഡ് റേഷ്യോ, വേരിയബിൾ റേഷ്യോ, ഈ 4 എണ്ണത്തിൻ്റെയും സ്റ്റാർട്ടിങ്ങിൽ വരുന്നത് റീഇൻഫോഴ്സ്മെൻറ്റ് ആൻഡ് പേഴ്സൺസ് ബിഹേവിയർ എന്ന് തന്നെയാണ്. 4 എണ്ണത്തിലും എടുത്ത് നോക്കിക്കോ, 4 എണ്ണത്തിലും ഫസ്റ്റ് വരുന്നത് ആ ഒരു പോർഷനാണ്. അത് കഴിഞ്ഞിട്ടുള്ള പോർഷനിലേക്കാണ് നിങ്ങൾ കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ടത്. ഇപ്പോൾ ഫിക്സ്ഡ് ഇൻ്റർവൽ ആണെങ്കിൽ റീഇൻഫോഴ്സിങ് എ പേഴ്സൺസ് ബിഹേവിയർ ആഫ്റ്റർ ഫിക്സഡ് നമ്പർ ഓഫ് റെസ്പോൺസ്, ആഫ്റ്റർ ഫിക്സഡ് നമ്പർ ഓഫ് റെസ്പോൺസ്, അതിലേക്കാണ് ആ ഒരു പോർഷൻ്റെ ഒരു സെൻറ്റൻസിൻ്റെ സെക്കൻഡ് പോർഷനിലേക്കാണ് നിങ്ങൾ കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ടത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവും, സ്ക്രീനിൽ കാണുമ്പോൾ, അതായത് റീഇൻഫോഴ്സിങ് എ പേഴ്സൺസ് ബിഹേവിയർ ആഫ്റ്റർ ഫിക്സഡ് നമ്പർ ഓഫ് റെസ്പോൺസ്, അത് ഫിക്സഡ് ഇൻ്റർവെലിന്. അതുപോലെ തന്നെ ഇപ്പോൾ വേരിയബിൾ ഇൻ്റർവെലിനാണെങ്കിൽ റീഇൻഫോഴ്സിങ് എ പേഴ്സൺസ് ബിഹേവിയർ, അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് പോർഷൻ എങ്ങനെയാണ്, ആഫ്റ്റർ സ്പെസിഫിക് നമ്പർ ഓഫ് റെസ്പോൺസ് ഒക്കേർഡ്. കണ്ടോ, ആ ഒരു സെക്കൻഡ് പോർഷനിലേക്കാണ് നിങ്ങളുടെ ഫുൾ ഫോക്കസ് പോകേണ്ടത്. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പോൾ ഫിക്സ്ഡ് റേഷ്യോയിൽ വരുന്നത് റീഇൻഫോഴ്സിങ് എ പേഴ്സൺസ് ബിഹേവിയർ ആഫ്റ്റർ അൺപ്രഡിക്റ്റബിൾ ബിഹേവിയർ, അൺപ്രഡിക്റ്റബിൾ പീരീഡ് ഹാസ് എലാപ്സ്ഡ്, ആഫ്റ്റർ അൺപ്രഡിക്റ്റബിൾ പീരീഡ് ഹാസ് എലാപ്സ്ഡ്. കണ്ടോ, അൺപ്രഡിക്റ്റബിൾ പീരീഡ് ഹാസ് എലാപ്സ്ഡ്, അൺപ്രഡിക്റ്റബിൾ പീരീഡ് ഹാസ് എലാപ്സ്ഡ്. അതുപോലെ തന്നെ ഇപ്പോൾ വേരിയബിൾ റേഷ്യോയിൽ reinforcing a person's behavior after unpredictable number of response. സോ ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനാണ് വരുന്നതെങ്കിൽ നിങ്ങൾ സെക്കൻഡ് പോർഷനാണ് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത്. ഫസ്റ്റ് പോർഷൻ എല്ലായിടത്തും സെയിം തന്നെയായിരിക്കും. സോ സെക്കൻഡ് പോർഷൻ ഏതൊക്കെയാണെന്നുള്ളത് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് സ്പെസിഫൈ ചെയ്തു. ഇപ്പോൾ ഫിക്സഡ് ഇൻ്റർവെലിൻ്റെ ആണെങ്കിൽ ഫിക്സഡ് നമ്പർ ഓഫ് റെസ്പോൺസ്, വേരിയബിൾ ഇൻ്റർവെലിനാണെങ്കിൽ സ്പെസിഫിക് നമ്പർ ഓഫ് റെസ്പോൺസ്, ഫിക്സഡ് റേഷ്യോനാണെങ്കിൽ അൺപ്രഡിക്റ്റബിൾ പീരീഡ് ഹാസ് ഇലാപ്സ്ഡ് എന്നുള്ളതും, അതുപോലെ തന്നെ വേരിയബിൾ റേഷ്യോനാണെങ്കിൽ അൺപ്രഡിക്റ്റബിൾ നമ്പർ ഓഫ് റെസ്പോൺസ് എന്നുള്ളതാണ് നിങ്ങൾ ഫോക്കസ് കൊടുക്കേണ്ടത്. സോ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു സെക്ഷൻ മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ഒരു സെക്ഷൻ നമ്മൾക്ക് ക്വസ്റ്റ്യനിൽ 100% എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഏരിയ ആണ്. അതോടുകൂടി തന്നെ അത്ര ഇമ്പോർട്ടൻസിൽ വേണം നിങ്ങൾ പഠിക്കാൻ. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഈ 4 ടൈപ്സ് ഓഫ് ഇൻ്റർമിനൻറ്റ് റീഇൻഫോഴ്സ്മെൻറ്റ് നമ്മൾ പറഞ്ഞു അല്ലേ. ഈ 4 റീഇൻഫോഴ്സ്മെൻറ്റിന് ഏറ്റവും ബെസ്റ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോസ്റ്റ് എഫക്റ്റീവ് ഷെഡ്യൂൾ ടു റീഇൻഫോഴ്സ് ബിഹേവിയർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദ ആൻസർ വിൽ ബി വേരിയബിൾ റേഷ്യോ. ഓക്കെ, കീപ് ദാറ്റ് ഇൻ യുവർ മൈൻഡ് ആൻഡ് നോട്ട് ഡൗൺ ഇൻ യുവർ ലെക്ചർ നോട്ട്. വേരിയബിൾ റേഷ്യോ ആണ് ഏറ്റവും ബെസ്റ്റ്, മോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള ഷെഡ്യൂൾ. അറിയുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ യു പീപ്പിൾ ക്യാൻ ഡെഫിനറ്റ്ലി സ്കോർ ഔട്ട്. Okay, so with this note we are concluding. Let's see in the next video. Till then, work hard and study well. That's it. Thank you.